നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡൽഹിയിൽ ബിജെപിയുടെ അട്ടിമറി മുന്നേറ്റം. കേവല ഭൂരിപക്ഷവും കടന്ന് ബിജെപി മുന്നേറുന്നു. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി തകർന്നടിയുകയാണ്. ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു. ജംഗ്പുരയിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും പരാജയം ഏറ്റുവാങ്ങി. കോൺഗ്രസിന് അക്കൌണ്ട് തുറക്കാനായില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ബിജെപിയുടെ മുന്നേറ്റം. ഡൽഹിയിലെ 11 ജില്ലകളിലായി 19 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 60.54% പോളിംഗാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. സീനിയർ കറസ്പോണ്ടന്റ് PS വിനയ ഡൽഹിയിലെ വോട്ടെണ്ണലിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയാണ്. വിനയ, വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബിജെപി ബഹുദൂരം മുന്നിലാണ്. കേവല ഭൂരിപക്ഷവും കടന്നിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ് കൂടുതൽ നൽകാനുള്ളത്? ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച മുഖ്യമന്ത്രി കൂടിയായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അരവിന്ദ് കെജ്രിവാൾ 1800ഓളം വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. ബിജെപി സ്ഥാനാർത്ഥിയായ പർവേസ് സിംഗ് സാഹിബാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ജയിച്ച ഒരു മാർജിൻ, അതായത് 1844 ഏതാണ്ട് ആ ഒരു കണക്കിലാണ് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നത്. ആ ഒരു കണക്കെല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏത് രീതിയിലുള്ള വലിയ ഒരു ഏറ്റുമുട്ടലാണ് ബിജെപിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഈ ഡൽഹിയിൽ ഉടനീളം എല്ലാ മണ്ഡലങ്ങളിലും നടന്നത് എന്നുള്ള കാര്യം. അവിടെ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ തോറ്റു. അതേസമയം തന്നെ ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്ന മനീഷ് സിസോദിയ, അദ്ദേഹവും ജംഗ്പുരയിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമായ പട്പട്ഗഞ്ചിൽ നിന്ന് ജനവിരുദ്ധ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജംഗ്പുരയിലേക്ക് മാറിയത്. പക്ഷെ അവിടെയും അദ്ദേഹത്തെ ജനങ്ങൾ പിന്തുണച്ചില്ല. ഇനിയുള്ളത് കൽക്കാജി മണ്ഡലത്തിൽ മത്സരിക്കുന്ന അതീഷി മർലേന, നിലവിലെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അവരുടെ ഫലമാണ് പുറത്തു വരാനുള്ളത്. നേരത്തെ നിരവധി റൌണ്ടുകളിൽ പിന്നിലായിരുന്ന അതീഷി ഇപ്പോൾ ഒരു അല്പസമയം മുമ്പ് അല്പം മുന്നേറ്റം നേടി മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ആ മണ്ഡലത്തിലും വളരെ ക്ലോസ് ആയ ഒരു മത്സരമാണ് നടന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. എന്തുകൊണ്ടായിരിക്കാം ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിലെ ജനങ്ങൾ കൈവിട്ടത് എന്നുള്ള ഒരു കാര്യം കൃത്യമായ ഒരു പരിശോധന നടത്തുമെന്നും അതുകൊണ്ട് തന്നെ തോൽവി അംഗീകരിക്കുന്നു എന്നെല്ലാം തന്നെ മനീഷ് സിസോദിയ പറയുകയുണ്ടായി. പ്രധാനമായിട്ടും ബിജെപി ഡൽഹിയിൽ നടത്തിയ ഒരു പ്രചാരണം എന്തെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി നിലവിൽ നടത്തുന്ന എല്ലാ ജനക്ഷേമ പരിപാടികളും അതെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും എന്നുള്ള ഒരു കാര്യം ബിജെപി പ്രചാരണത്തിൽ ഉടനീളം പറയുകയുണ്ടായി. കാരണം ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതലായി പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ വീട്ടുപടിക്കൽ റേഷൻ എത്തിക്കുക, സ്ത്രീകൾക്ക് ബസ്സുകളിൽ നൽകിയിരിക്കുന്ന സൗജന്യ യാത്ര, മൊഹല്ല ക്ലിനിക്കുകള്, അതുപോലെ സൗജന്യ ചികിത്സാ വാഗ്ദാനങ്ങൾ, ഇതെല്ലാം തന്നെ ബിജെപി അധികാരത്തിലെത്തിയാൽ നിന്നുപോകും. അതുകൊണ്ട് തന്നെ കറണ്ടിലും അതേപോലെ തന്നെ വെള്ളത്തിലും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഇളവുകൾ ഇതെല്ലാം തന്നെ നിർത്തിക്കളയും എന്നുള്ള ഒരു കാര്യമായിരുന്നു ഈ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും എല്ലാം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്തെല്ലാം ജനക്ഷേമ പരിപാടികൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തുന്നു അതെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും എന്ന് കൃത്യമായ ഉറപ്പ് അടിത്തട്ടിൽ എത്തിക്കാൻ ബിജെപി ശ്രമിച്ചിരുന്നു. ആ ബിജെപിയുടെ ശ്രമം വളരെയധികം തന്നെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഈ ജനവിധി മനസ്സിലാക്കി തരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിടയ്ക്ക് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിനു ശേഷം ഒരിടയ്ക്ക് അദ്ദേഹം മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു പ്രയോഗം അദ്ദേഹം നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ബിജെപിക്ക് വേണ്ടി നല്ല ശക്തമായ ഒരു രാഷ്ട്രമുണ്ടാവാൻ വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്രചാരണത്തിലേക്ക് ബിജെപി മാറിയിരുന്നു. അതിൽ നിന്ന് മാറിക്കൊണ്ട് മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു പ്രയോഗം ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തിരിച്ചു കൊണ്ടുവരികയും അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് പ്രചാരണം നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ഒറ്റനോട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മധ്യവർഗവും അപ്പർ മിഡിൽ ക്ലാസും ഏകകണ്ഠമായി ബിജെപിയെ പിന്തുണച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാന വോട്ടർമാരായിരുന്ന അവരെ എന്നും പിന്തുണച്ചുകൊണ്ടിരുന്ന ആം ആദ്മി, അതായത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, ആ വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടമായിട്ടില്ല. അതോടൊപ്പം തന്നെ ദളിത് വിഭാഗവും ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് കനത്ത പിന്തുണ നൽകിയിട്ടുണ്ട്. ആ മണ്ഡലങ്ങൾ, ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ദളിത് വിഭാഗവും അവരുടെ വിശ്വാസം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു കാര്യം ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും BSP അതേപോലെ എല്ലാം പാർട്ടികൾക്കുമായി വീതിച്ചു പോയതുകൊണ്ടുണ്ടായ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടായി. അതും ആം ആദ്മി പാർട്ടിയുടെ ഒരു പരാജയത്തിന് കാരണമായി. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്ന സമയം മുതൽ ആം ആദ്മി പാർട്ടിയും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള പോര് അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ ഭരണപരമായ പല തടസ്സങ്ങളും നേരിട്ടിരുന്നു. ആ തടസ്സങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന ഒരു രീതിയിലേക്ക്, വികസന പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ജനങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള ബിജെപിയുടെ പ്രചാരണത്തിന് കൈകൊടുക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ജനങ്ങൾ തയ്യാറായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നമ്മൾ ഈ റിസൾട്ട് പരിശോധിച്ചാൽ കാണാം, ഉത്തർപ്രദേശ്, ഹരിയാന അതിർത്തി ഭാഗങ്ങളിലായി വരുന്ന ഡൽഹിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപി ജയിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം എന്തെന്നാൽ, ഈ ഡൽഹിയിൽ വെള്ളക്ഷാമം വന്ന ഒരു സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി, ഹരിയാന ഡൽഹിയിലേക്കുള്ള വെള്ളത്തിൽ വിഷം കലർത്തി എന്നുള്ളത്. അത് അദ്ദേഹം വലിയ രീതിയിൽ അതിന് പ്രചാരണം കൊടുത്തുകൊണ്ട് എല്ലാ വേദികളിലും കെജ്രിവാൾ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ മണ്ഡലങ്ങളിൽ ബിജെപി നേടിയ ശക്തമായ വിജയം മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തായാലും ബിജെപി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നില്ല ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് ഡൽഹി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അല്പം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വരുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പാർട്ടി എത്രയും വേഗത്തിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന.